ഹായ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൈത്തണിലെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഇത് പൈത്തണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ബേസിക്കലി ഒരു ഫങ്ഷൻ കോഡ് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത കോൺകാറ്റിനേഷനാണ്. സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. ഇത് നമ്മളൊരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ കോഡ് ആദ്യം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ജോസഫ് തോമസ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് പ്രിൻ്റ് ആയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇത് വർക്കായിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചത് എന്ന് നമുക്കൊരു ഡയഗ്രാം വെച്ചിട്ട് നോക്കാം. ഇത് ആണ് നമ്മളിപ്പോൾ എഴുതിയ ഫങ്ഷനാണിത്. ആ ഫങ്ഷൻ്റെ ഓരോ പാർട്സാണ് ഞാനിവിടെ ആരോട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം മുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ DEF എന്ന് കൊടുത്തിരിക്കുന്നത് അതൊരു കീവേഡാണ്. നമ്മളിപ്പോൾ ഫോർ, വൈൽ അങ്ങനെയൊക്കെ ഓരോ കീവേഡ്സ് ഇതിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ TEF എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് പൈത്തൺ ഇതൊരു ഫങ്ഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫങ്ഷൻ്റെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്സ് അല്ലെങ്കിൽ ഒരു കുറച്ച് ലൈൻസ് ഓഫ് കോഡ്സ്, അത് നമ്മൾ എത്ര തവണ വേണമെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ വിളിക്കുമ്പോൾ മാത്രമേ അത് എക്സിക്യൂഷൻ നടക്കുകയും ചെയ്യുന്നുള്ളൂ. അതാണ് ഫങ്ഷൻ്റെ ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ DEF എന്ന് നമ്മൾ പറഞ്ഞു കീവേഡാണ്. ഇനിയിപ്പോൾ ഫങ്ഷൻ്റെ സിൻടാക്സ് ആണ് ഈ പറയുന്നത്. ഇനി DEF കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പേസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കേണ്ടത് ഫങ്ഷൻ്റെ നെയിമാണ്. ഇത് നമ്മളിവിടെ വേരിയബിൾസിനൊക്കെ നെയിം കൊടുത്ത പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇതിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നും വരാൻ പാടില്ല. അല്ലെങ്കിൽ അണ്ടർസ്കോർ കൊടുക്കുക, അല്ലെങ്കിൽ അണ്ടർസ്കോർ ഇല്ലാതെ ഒരുമിച്ചാണെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫങ്ഷനിലേക്ക് നമുക്ക് വേണ്ട ഇൻപുട്ട് അല്ലെങ്കിൽ ഡാറ്റ ആണ് ആർഗ്യുമെൻറ്റ്സ്. അത് കോമ സെപ്പറേറ്റഡ് ആയിട്ടാണ് കൊടുക്കാവുന്നത്. ഇതിപ്പോൾ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെയും ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫങ്ഷനിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ആർഗ്യുമെൻറ്റ്സ് കൊടുത്താൽ മതി. അത് നമ്മുടെ ഫങ്ഷൻ്റെ ഒരു ഇൻപുട്ട് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കോളൻ, അത് കഴിഞ്ഞിട്ട് വരുന്ന ലൈൻസ് എന്ന് പറയുന്നതായിരിക്കും ഫങ്ഷൻ്റെ ബോഡി. ആ ഫങ്ഷൻ്റെ ബോഡിയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് ഫുൾ നെയിം, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമാണ് ഈ എഫ് നെയിം ആൻഡ് എൽ നെയിം അർത്ഥമാക്കുന്നത്. ആ രണ്ട് വേരിയബിൾ വെച്ചിട്ട് നമ്മൾ ഫുൾ നെയിം ഇവിടെ ജോയിൻ ചെയ്ത് എടുത്തേക്കുന്നതാണ്, സ്ട്രിംഗ് കോൺകാറ്റിനേറ്റ് ചെയ്ത്. എന്നിട്ട് ഇവിടെ നമ്മൾ ലാസ്റ്റ് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ ഫുൾ നെയിം. ഈ റിട്ടേൺ എന്ന് പറയുന്നത് ഇതും ഒരു കീവേഡാണ്, DEF പോലെ തന്നെ റിട്ടേൺ. ഈ റിട്ടേൺ എന്ന് പറയുന്ന ലൈൻ അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എവിടെ വരുന്നു അവിടെ ഈ ഫങ്ഷൻ്റെ എക്സിക്യൂഷൻ നിൽക്കുന്നതാണ്. റിട്ടേണിൽ നമ്മൾ എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത് ആ വാല്യൂ ആണ് നമ്മളിവിടെ പറഞ്ഞ ഡാറ്റ ഓർ വാല്യൂ വിച്ച് ഈസ് റിട്ടേണിങ് ഫ്രം ഫങ്ഷൻ. ആ വാല്യൂ ആയിരിക്കും ഈ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഡിസ്പ്ലേ ഫുൾ നെയിം എന്ന് പറയുന്ന ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഫുൾ നെയിം, ഫുൾ അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്.
ഇനി ഈ ഫംഗ്ഷൻ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം അത് എക്സിക്യൂട്ട് ആവില്ല. ഫംഗ്ഷനൊരു പ്രത്യേകതയുണ്ട്. ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ കോഡ് വർക്ക് ആവണമെങ്കിൽ ഫംഗ്ഷൻ ഇൻവൊക്കേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യണം. കോൾ ചെയ്തിരിക്കുന്നതാണ് ഈ ഇവിടെ കാണുന്ന ഡിസ്പ്ലേ അണ്ടർസ്കോർ ഫുൾ നെയിം ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 2 വാല്യൂസ്. അതാണ് ആക്ച്വൽ വാല്യൂസ് ഫോർ എഫ് നെയിം ആൻഡ് എൽ നെയിം പാസ്ഡ് ആസ് ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ ഈ എഫ് നെയിം ആൻഡ് എൽ നെയിം എന്ന് പറയുന്നതിന് ആക്ച്വലി 2 വാല്യൂസ് ഇവിടെ കൊടുത്തേക്കുന്നതാണ് കാണുന്നത്. ഈ ഒരു ലൈൻ ഓഫ് കോഡ് എഴുതുമ്പോൾ മാത്രമാണ് ഈ ഫംഗ്ഷൻ കോൾ ആവുന്നുള്ളൂ. കോൾ ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ നെയിം ഇത് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ വരും. കാരണം നമ്മളിവിടെ അകത്ത് പ്രിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിട്ടേൺ കൊടുത്ത വാല്യൂ ഒരിക്കലും നമ്മുടെ കൺസോളിൽ ബൈ ഡിഫോൾട്ട് പ്രിൻ്റ് ആവില്ല. അപ്പോൾ അത് നമ്മൾ കാണണമെങ്കിൽ ഒരു വേരിയബിളിലേക്ക് റിട്ടേൺ ആയി വരുന്ന ഡാറ്റ നമ്മൾ എടുത്തു വയ്ക്കുന്നു. അതാണ് ഇവിടെ എഴുതിയത്. റിട്ടേൺഡ് വാല്യൂ ഫ്രം ഫംഗ്ഷൻ വിൽ ബി സ്റ്റോർഡ് ടു ദിസ് വേരിയബിൾ. ഈ വേരിയബിളിലായിരിക്കും നമ്മൾ റിട്ടേൺ വരുന്ന ഡാറ്റ എടുത്തു വയ്ക്കുന്നത്. എടുത്തു വെച്ച ഡാറ്റേനെയാണ് നമ്മളിവിടെ പ്രിൻ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണൊരു ബേസിക് ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കോഡിംഗ് ത്രൂ ഇപ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഈ ഫംഗ്ഷനിൽ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വേറൊരു ഫംഗ്ഷൻ എഴുതി നോക്കാം. ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ജസ്റ്റ് ഹായ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ടെസ്റ്റ് ഫംഗ്ഷൻ ഞാനിവിടെ കോൾ ചെയ്യാണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെ ഹായ് പ്രിൻ്റായി. ഇതിലാണെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റ്ലി പ്രിൻ്റ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് റിട്ടേൺ വാല്യൂ ഇല്ലാതെ തന്നെ നമുക്ക് ഹായ് എന്ന് പ്രിൻ്റ് ആയിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ എക്സ് ഈക്വൽ ടു ഹായ് എന്ന് വെറുതെ ഒരു സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ ഡാറ്റ ഒന്നും വന്നിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ റിട്ടേൺ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഡാറ്റ ഒന്നും വരാതിരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ റിട്ടേൺ എക്സ് കൊടുത്ത് നോക്കാം. ഇപ്പോഴും ഇവിടെ ഒന്നും പ്രിൻ്റ് ആയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ റിട്ടേൺ ആണ് സംഭവിക്കുന്നത്. റിട്ടേൺ ആയ വാല്യൂ ഒരിക്കലും ഡയറക്റ്റ്ലി കൺസോളിൽ പ്രിൻ്റ് ആവുന്നതല്ല. അപ്പം അത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി പ്രിൻ്റ് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രിൻ്റ് ഞാൻ ഡയറക്റ്റ്ലി കൊടുത്തപ്പോൾ അത് പ്രിൻ്റ് ആയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമുക്ക് സപ്പോസ് ഒരു ഫംഗ്ഷനിൽ മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ്, ഇത് നമുക്കറിയില്ല, n നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് പാസ് ചെയ്യണം. നമുക്ക് മുൻകൂട്ടി അറിയില്ല എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും ഒരു ഫംഗ്ഷനിലെന്ന്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഫംഗ്ഷനിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്യാൻ പൈത്തണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതായിരിക്കും. ഫംഗ്ഷൻ നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ബി എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്റ്റാർ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആർക്സ് അല്ലെങ്കിൽ ഇവിടെ എന്ത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിന് മുമ്പിൽ ഒരു സ്റ്റാർ കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ
നമുക്ക് n നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. നമുക്ക് ഈ ഫംഗ്ഷന് വേണമെങ്കിൽ ഇവിടെ എത്ര ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിലും ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിതൊന്നുകൂടെ റൺ ചെയ്യാം. ഇപ്പോൾ ഇതിന് പകരം ഞാൻ ഇവിടെ 3 ഇൻഡെക്സ് 3 ആക്കി കൊടുക്കാം. ഇവിടെ 3 ആക്കി കൊടുത്താൽ എന്താണ് പ്രിൻ്റ് ആവണമെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഡി എന്ന് വന്നു. ഡി ആണ് നമ്മുടെ സ്ട്രിങ്സിലൊക്കെ ഇൻഡെക്സ് പോലെ 0, 1, 2, 3 എന്ന് പറയുന്ന തേർഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡി ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഡി എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമുക്ക് n നമ്പർ ഓഫ് അല്ലെങ്കിൽ അൺനോൺ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. നമുക്ക് മുൻകൂട്ടി അറിയില്ല എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുന്നുള്ള കേസ്. അപ്പം അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിലാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നെയിംഡ് ആർഗ്യുമെൻറ്റ്സ് ആണ്. അതായത് ആർഗ്യുമെൻറ്റിന് നമുക്ക് നെയിം കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഹായ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡയറക്റ്റ്ലി പ്രിൻ്റ് കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത്. അതിൽ 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഹായും ഒന്ന് ഹലോയും. ഇനിയിപ്പോൾ നമുക്കിത് വിളിക്കുമ്പോൾ നെയിംഡായിട്ട് നെയിം കൊടുത്തുകൊണ്ട് എങ്ങനെ വാല്യൂ കൊടുക്കാം എന്ന് നോക്കാം. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹായ് ഈക്വൽ ടു ഹായ് എന്നും ഹലോ ഈക്വൽ ടു ഹലോ എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. കാരണം ഈ ഈക്വൽ ടുവിൽ കൊടുക്കുന്ന വാല്യൂവാണ് ആക്ച്വൽ ഫങ്ഷൻ ആർഗ്യുമെൻ്റായിട്ട് അവിടെ പാസ്സാവുന്നത്. ഇതിൻ്റെ ഇവിടെ കൊടുത്തേക്കുന്ന പേരാണ്. ഈ ഒരു വാല്യൂവിലേക്കാണ് ഇത് അസൈൻ ആവുന്നത്. ഇങ്ങനെ നമ്മൾ വാല്യൂ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് നെയിംഡ് ആർഗ്യുമെൻറ്റ്സ്